Hello children, welcome to Kids Area Online. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പോർഷൻസ് ആണ് കേട്ടോ, കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ? ആർ യു റെഡി? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? അതിനു മുൻപ് ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ സ്പെഷ്യൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏതൊക്കെ കോഴ്സുകളാണെന്ന് അറിയാവോ? നിങ്ങളിൽ ഒത്തിരി പേർക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടില്ലേ? അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ അറിയില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്നില്ലേ? യെസ്, അവർക്കായിട്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ച് നിങ്ങളുടെ ആശയങ്ങൾ ഇംഗ്ലീഷിലാക്കി എഴുതാനും അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അറിയാവുന്നവർക്ക് മാത്രമേ കഴിയൂ കേട്ടോ. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടികൾക്കുള്ള കോഴ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് ഗ്രാമർ. എന്നിട്ടോ ഹിന്ദി ലെറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ്, ഇതൊക്കെ സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ജൂൺ 15-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 9746487799. കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG റെഗുലർ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എങ്കിലും നിങ്ങൾക്ക് LKG UKG പഠിക്കാം. സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള കോഴ്സാണ്. അതുമാത്രമല്ല, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9746487799. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ് ഏതാ? എൻ്റെ കേരളം. എങ്ങനെയാ വായിക്കുന്നേ? എൻ്റെ കേരളം. കേരളം, എൻ്റെ കേരളം. എൻ്റെ കേരളം ആരാണ് എഴുതിയതെന്നറിയാവോ? ഗോപാലകൃഷ്ണൻ കോലഴി. ആരാ? ഗോപാലകൃഷ്ണൻ കോലഴി. എൻ്റെ കേരളം എന്ന കവിത എഴുതിയത് ആരാ? ഗോപാലകൃഷ്ണൻ കോലഴി. പറഞ്ഞേ, ഗോപാലകൃഷ്ണൻ കോലഴി. പാഠത്തിന്റെ പേരെന്താ? എൻ്റെ കേരളം. എൻ്റെ കേരളം എഴുതിയതാരാ? ഗോപാലകൃഷ്ണൻ കോലഴി. ഓക്കെ, ഇത് നമ്മൾ ഇതിലാദ്യത്തെ കുറച്ച് വരികൾ പഠിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളിൽ ഒത്തിരി പേർക്ക് വായിക്കുവാനായി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ടീച്ചർ വായിച്ചു പറഞ്ഞു തരാം. പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും. എങ്ങനാ? പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും. വായിച്ചേ. പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും. പാടുന്നത് ആരൊക്കെയാ? ആരാ പാടുന്നേ? പുഴകളും തോടും. പുഴ കണ്ടിട്ടുണ്ടോ? പുഴയിൽ എന്തുണ്ട്? നിറയെ വെള്ളമുണ്ട്, മീനുണ്ട്. കണ്ടിട്ടുണ്ടോ? യെസ്, പാടും പുഴകളും തോടും. പാടും 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 പുഴകളും തോടും. മോടി, മോടി എന്ന് പറഞ്ഞ എന്താ? ഭംഗി. മോടി കൂടും മലരണിക്കാടും. നീളേ കളകളം പാടും. നീളേ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും. നീളേ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും. വെള്ളിയരഞ്ഞാണുപോലെ വെള്ളിയരഞ്ഞാണുപോലെ ചുറ്റും തുള്ളിക്ക
തുള്ളിക്കളിക്കും കടലും. എങ്ങനെയാ വായിക്കുക? വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. അപ്പോൾ നമ്മൾ 6 വരികൾ നോക്കിയിട്ടുണ്ടല്ലേ? അടുത്ത 6 വരി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ എങ്ങനെയാ വായിച്ചേ? പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. ആർക്കെങ്കിലും വായിക്കാൻ സംശയമുണ്ടോ? ഇതിന്റെ അർത്ഥം പഠിക്കണ്ടേ? അത് ടീച്ചർ അടുത്ത 6 വരി കൂടി പറഞ്ഞു തന്നിട്ട് വായിക്കാൻ പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യും? അർത്ഥം പറഞ്ഞുതരാം. എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? വായിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥവും ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് വായിക്കാൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? ടീച്ചറിന്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. സ്പീഡിൽ വായിക്കുക. ഇങ്ങനെ വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മലയാളം എളുപ്പത്തിൽ വായിക്കാനായിട്ട് കഴിയും. ഒരിക്കൽ കൂടി വായിച്ചാലോ? പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. ഓക്കെ, പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. തെറ്റാതെ വായിക്കുക. ഓക്കെ, വായിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ബാക്കിയുള്ള കാര്യങ്ങൾ, അർത്ഥവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, children, bye bye. Thank you.